പ്രിയരെ, ഒരുപാട് കലാകാരന്മാരെ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ സംഗീതജ്ഞരുണ്ട്, പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളുണ്ട്. എന്നാൽ ഇന്ന് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാചക കലാകാരനെയാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത്. 14 രാജ്യങ്ങളിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ജമാൽ കിച്ചൻ എന്ന യൂട്യൂബ് ചാനലിലൂടെ ആയിരക്കണക്കിന് സബ്സ്ക്രൈബറുള്ള ആ പ്രൊഫഷണൽ കുക്കിനെ സ്വാഗതം ചെയ്യുന്നു. ജമാൽക്ക, കമോൺ. സുഖല്ലേ? സുഖല്ലേ ജമാൽക്ക? നമ്മളിപ്പോൾ എന്താണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്? ഞാൻ ഉണ്ടാക്കുന്ന മഗ്ലൂബ അറബിക്ക്. അത് ശരിക്കും ഏത് രാജ്യത്തിൻ്റെതാണ് ട്രഡീഷണൽ ആയിട്ട്? ഇത് ശരിക്കും ചില എല്ലാ അറബികളും ഉപയോഗിക്കുന്നുണ്ട്. എല്ലാ അറബികളും ഉണ്ടാക്കുന്നുണ്ട്. അത് നമ്മളിവിടെ ഈ ഓപ്പൺ ഇത് ഫലസ്തീനാണ് ശരിക്കും ഒറിജിനൽ. ഫലസ്തീനാണ് ഇതിൻ്റെ ഒറിജിനൽ. ജമാൽക്ക് ഇപ്പോൾ എവിടെ നിന്നാണ് ഇവിടെ നാട്ടിലെത്തിയത്? ഞാനിപ്പോൾ സിംഗപ്പൂരിൽ നിന്ന് വന്നതാണ്. സിംഗപ്പൂരിൻ്റെ മുമ്പേ ഏത് രാജ്യത്തായിരുന്നു? സിംഗപ്പൂരിൻ്റെ മുന്നേ പിന്നെ ഉസ്ബെക്കിസ്ഥാൻ. ജമാൽക്ക ചില്ലറക്കാരനല്ല കേട്ടോ. നമുക്ക് അത് ലൈവായിട്ട് കാണാം ഇനി ജമാൽക്കാൻ്റെ കുക്കിങ്. എന്നോട് ആ പേര് മറന്നുപോയി ജമാൽക്ക. എന്തായിരുന്നു? മഗ്ലൂബ എന്ന മന്തി പോലുള്ളൊരു ഐറ്റംസ് അല്ലത്? മന്തി പോലല്ല, അത് വേറെ പച്ചക്കറി ഉണ്ട് ഇതിൻ്റെ അകത്ത്. പച്ചക്കറിയൊക്കെ ഉണ്ട്. ഓക്കെ, നമുക്കത് ലൈവായിട്ട് കാണാം. മഗ്ലൂബയാണ്. മഗ്ലൂബൊക്കെ ആദ്യം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇറച്ചി ഇതുപോലെ വെള്ളത്തിലിട്ട് തിളപ്പിച്ചിട്ട് മറിക്കണം. ഇറച്ചി കോരി എടുത്തിട്ട് ആ വെള്ളം ഒഴിവാക്കണം. രണ്ടാമത്തെ വെള്ളം വെക്കണം. ആദ്യത്തെ വെള്ളം നമ്മൾ ഒഴിവാക്കി അത് ആടെ കിടക്കുന്നുണ്ട്. അതെ. എന്നിട്ട് ഈ മട്ടൻ എന്ത് ചെയ്യണം? അതായത് പുതിയ തിളച്ച വെള്ളത്തിലേക്ക് മാറ്റുക. എന്നിട്ട് എന്ത് ചെയ്യണം വെച്ചാൽ ഇതിലേക്ക് 50 ഗ്രാം കുരുമുളക്. ഓക്കെ. പിന്നെ കസൂരി മേത്തി ഒരു 25 ഗ്രാം. ഓക്കെ. പിന്നെ പട്ടേൻ്റെ ഇല. പിന്നെ പട്ട, ഗ്രാമ്പ്, ഏലക്ക, കത്തോലം, കറുത്ത ഏലക്ക, ഇതെല്ലാം കൂടി ഒരു 50 ഗ്രാം. അതെ, അത് വിടുക. ഓക്കെ. എന്നിട്ട് ഉപ്പിടാൻ പാടില്ല. ഉപ്പ് വേണ്ട. അപ്പൊ ഇത് ബൈഗനാണ്. അതെ. ജമാൽക്ക, ഈ മന്തിയും നിങ്ങൾ ഉണ്ടാക്കുന്ന മഗ്ലൂബയും തമ്മിലുള്ള വ്യത്യാസം എന്തൊക്കെയാണ്? മഗ്ലൂബ് മന്തിയായിട്ട് വ്യത്യാസം. മഗ്ലൂബ മന്തി കുണ്ടിലുണ്ടാക്കുന്നതാണ്. അതിന്റെ മുകളിൽ ഇറച്ചി വെച്ചിട്ട് അങ്ങനെ ഉണ്ടാക്കുന്നതാണ്. അതേ അവസരത്തിൽ ഇത് അങ്ങനെയല്ല. ഇതിൽ വെജിറ്റബിൾസ് ഒക്കെ ചേർക്കുന്നുണ്ട്. ഇത് ഒരുപാട് വെജിറ്റബിൾ ഉണ്ട്. ഉരുളക്കിഴങ്ങ് വേണം. ഉരുളക്കിഴങ്ങുണ്ട്. പിന്നെ ഫ്ലവർ. പിന്നെ പച്ചമുളക് സാധാരണ പിന്നെ അറബിയൊക്കെ ഉണ്ടാക്കുന്നതിന് ആവശ്യമില്ല. അതേ അവസരത്തിൽ നമ്മൾ മലയാളി ആയതുകൊണ്ട് ഇതിലാണ്. അവർ ട്രഡീഷണൽ ആയിട്ട് ഉണ്ടാക്കുകയാണെങ്കിൽ പച്ചമുളകിന്റെ ആവശ്യമില്ല. നന്നായിട്ട് തിളച്ച് മറിയുന്നുണ്ടല്ലോ ജമാൽക്ക. ഇനി ഇതിനകത്ത് വെച്ചാല് ഇത് ഒരു മസാലയാണ്. എന്ത് മസാല ജമാൽ? ഗരം മസാല. ഇത് 1 കിലോന് 1 സ്പൂണാണ് ഇടേണ്ടത്. അതെ. 2 കിലോന് 2. ഇത് ജമാൽക്ക സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഗരം മസാലയാണ്. അതെ, ഗരം മസാല മാത്രമല്ല, ഇത് ബിരിയാണി മസാലക്ക് ഉപയോഗിക്കാം, ചിക്കൻ കറിയിൽ ഉപയോഗിക്കാം, ഗരം മസാല ആയിട്ട് ഉപയോഗിക്കാം, അങ്ങനെ മഗ്ലൂബിൽ ഉപയോഗിക്കാം. അതെ, ഇത്രയേ വേണ്ടു. ഇനി ഇത് കൊണ്ട് ലാസ്റ്റ് കുറച്ച് പണിയുണ്ട്. ഓക്കെ. അപ്പൊ ജമാൽക്ക, ഇത് ബോയിൽ അല്ലാത്ത ബസ്മതി ഏരിയ? ഇത് ബോയിൽ അല്ലാത്താണെങ്കിലും കൂടി കുറച്ച് എന്ത് ചെയ്യണം? കുറച്ച് പുറത്ത് വെക്കണം. പുതർത്തി വെക്കണം. ഇനി എന്ത് ചെയ്യണം? വിനീഗർ വെച്ച് വെക്കണം. അതെന്തിനാ വിനീഗർ വെക്കുന്നത്? വിനീഗർ വെച്ച് കഴിഞ്ഞാൽ നല്ല നീളം കിട്ടും. ഇത് എന്ത് ചെയ്യണം വെച്ചാൽ രണ്ടാമത്തെ കൈ ഇടാണ്ട് കഴുകിയിട്ട് വെള്ളം ഒഴിവാക്കണം. അപ്പം വിനീഗർ പുറത്ത് പോകും. എന്നിട്ടാണ് അരി ചോറ് വെക്കേണ്ടത്. അപ്പം നല്ല നീളം കിട്ടും. അരിക്ക് നല്ല നീട്ടം കിട്ടും. അതെ. ഇത് മാഗി ക്യൂബ് അല്ലേ? അതെ, മാജിക് ക്യൂബാണ്. ഇതിൻ്റെ അത് അജീനാമോട്ടോ അടങ്ങിയിട്ടുണ്ട്. അത് ഹാനികരല്ലേ? അജീനാമോട്ടോ ഒരു കുഴപ്പമില്ല. അത് ഉപയോഗിക്കേണ്ട ഒരു രീതിയുണ്ട്. 1 കിലോന് 1 പിഞ്ചാണ് ഉപയോഗിക്കേണ്ടത്. ഒരു പിഞ്ച് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. ഇതിനകത്ത് 2 മാജി കട്ടിടുന്നുണ്ട്. അതെ. ഉപ്പിട്ടില്ല. ഉപ്പ് കുറച്ചുകൂടി കഴിഞ്ഞിട്ട് ഇടും. ഒരു 3/4 വേകുന്ന നേരം. അപ്പോൾ ഒരു 3/4 വെന്ത് കഴിഞ്ഞ് അപ്പോൾ എന്നിട്ടാണ് ഉപ്പ് ഇടേണ്ടത്. കല്ലുപ്പാണ് ഇടുന്നത്. കാരണം എന്ന് പറഞ്ഞാൽ കല്ലുപ്പാണ് ഏറ്റവും നല്ല ഉപ്പ്. ഇറച്ചി കടന്ന് വേകുന്നുണ്ട്. കുറച്ച് നെയ്യ് വെച്ചിട്ടുണ്ട്. ആദ്യം ഉള്ളി വെക്കണം. ഉള്ളി ഒന്നും പൊരിക്കേണ്ട ആവശ്യമില്ല. പൊരിച്ചതാണ്. നേരത്തെ നമ്മൾ പൊരിച്ച് മാറ്റി വെച്ചത്. പൊരിച്ച് മാറ്റി വെച്ച്. ഇനി നമ്മൾ ബൈഗനാണ് ഇടുന്നത്. ഇതിൻ്റെ മുകളിൽ ഇറച്ചിടണം. നന്നായിട്ട് വെന്ത് വെള്ളത്തിൽ നിന്ന് കോരിയെടുത്താണ്. എന്ത് ചെയ്യണം? ഇതിൻ്റെ മുകളിലിടണം. ഇതിൻ്റെ മുകളിലിട്ടു ഒന്ന് കുലുക്കണം. അപ്പം ഞാൻ പൊടിച്ച മസാല കുറച്ച് ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കണം. ശരിയാണ്. നന്നായിട്ട് കഴുകിയെടുത്താണ്. ഇത് ബോയിൽ അല്ലാത്ത ബസ്മതിയാണ്. ബോയിൽ അല്ലാത്ത ബസ്മതി. അതായത് സെല്ല റൈസ് അല്ല. ഇത് 5000 മുകളിൽ വെക്കുക. എന്ത് ചെയ്യുക? വെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക. ഇനി 1-2 വേണം. അതായത് 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം. 2 ഗ്ലാസ് വെള്ളം.
ഈ വെള്ളം പോരാ, കുറച്ചുകൂടി വെള്ളം ഒഴിക്കണം. നമ്മൾ ആ ഇറച്ചി വന്ന വെള്ളമാണിത്. അതെ അതെ, ഇറച്ചി വെള്ളം ഉണ്ടോ, ഇതെല്ലാം ഒഴിവാക്കണം. ഈ പച്ച മാത്രം എന്ത് ചെയ്യാ, പച്ചമുളക് മാത്രം പെറുക്കി അതിലോട്ട് ഇടുന്നത്. അതിൻ്റെ അകത്ത് ഇടുക. വെള്ളം ഇനി ഒഴിക്കണം. ഇത് നമ്മൾ അരിയിട്ടു, എന്നിട്ട് വെള്ളം പറന്ന് വെള്ളവും അരിയും അന്നേരം എന്ത് ചെയ്യുക, മേലെടുത്തിലെത്തി. അങ്ങനെ നമ്മുടെ ജമാൽക്കയുടെ മഗ്ലൂബ ഇവിടെ തയ്യാറായിരിക്കുകയാണ്. നമുക്ക് ഇങ്ങോട്ട് ഇടാം, ഈ തണലോട്ട്. മഗ്ലൂബ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ജമാൽക്ക കാണാൻ. അടിപൊളി ചോറ്. ഇറച്ചി മട്ടനൊക്കെ നന്നായിട്ട് വന്നിട്ടുണ്ട് ജമാൽക്ക. അടിപൊളിയാ. മട്ടൻ്റെ ഉള്ളിലുണ്ട്, ഇതാ ഇഷ്ടം പോലെ ഉണ്ട്. അങ്ങനെ ജമാൽക്ക കിച്ചണിൽ നിന്നും നമുക്ക് മഗ്ലൂബ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി ഞാൻ അല്പം ബിസിയാണ്, പിന്നീട് കാണാം. യൂട്യൂബ് ചാനൽ കാണുക, ജമാൽ കിച്ചൺ.